ഹായ് എവരിവൺ. മാനേജറിയൽ എക്കണോമിക്സിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ആൻഡ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇതിൽ ഫസ്റ്റ് എന്താണ് കൺസെപ്റ്റ്, ടൈപ്സ്, ഒബ്ജക്റ്റീവ്സ്, എസെൻഷ്യൽ ടെക്നിക്സ്, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ആക്യുറസി എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫസ്റ്റ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. The goals of forecasting is to examine recent developments and their relevance for the future. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു ഇവൻറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്നു പറയുന്നത് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഭാവിയിൽ വരാനുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിനെയാണ്, പ്ലാൻ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ഗോൾ ഓഫ് ഫോർകാസ്റ്റിംഗിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഈസ് ടു എക്സാമിൻ റീസെൻറ്റ് ഡെവലപ്മെൻറ്റിനെ എക്സാമിൻ ചെയ്ത് പരിശോധിച്ച് ആ ഒരു റെലവൻസ് അല്ലെങ്കിൽ ആ ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചറിൽ എങ്ങനെയെല്ലാം ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? രണ്ട് തരത്തിലാണ് ഫോർകാസ്റ്റിംഗ് ഉള്ളത്, എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ഓഫ് ജനറൽ ബിസിനസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻ സച്ച് ആസ് നാഷണൽ ഇൻകം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എക്സെട്ര. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻകത്തെ കുറിച്ച്, ഇമ്പോർട്ട് ആക്ടിവിറ്റീസിനെ കുറിച്ച്, എക്സ്പോർട്ടിനെ കുറിച്ച്, ഇതിനെല്ലാം കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചും ജനറൽ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ് സച്ച് ആസ് സെയിൽസ്, റോ മെറ്റീരിയൽസ്, ലേബർ, ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ഭാവിയിലുണ്ടായിരിക്കുന്ന സെയിൽസിനെ കുറിച്ച്, റോ മെറ്റീരിയൽസിനെ കുറിച്ച്, അതേപോലെ തന്നെ ലേബേഴ്സിനെ കുറിച്ച്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച്, അവരുടെ ഫിനാൻസിനെ കുറിച്ച്, ഇതിനെല്ലാം കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെ, പ്രഡിക്റ്റ് ചെയ്യുന്നതിനെ, ഫ്യൂച്ചറായിട്ടുള്ള ഇവൻറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്: ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ സെയിൽസ്, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ സെയിൽസിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഡിറ്റർമിൻ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ എക്സെട്ര. നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റിന് ഇത് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. ലേബർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ എത്രത്തോളം തൊഴിലാളികളെ നമ്മൾക്ക് ആവശ്യമുണ്ടാവും നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ലേബറിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ലേബേഴ്സിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പ്രിപ്പയർ എ പ്ലാൻ ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്ലാനിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഡിറ്റർമിൻ പ്രൈസ് ട്രെൻഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലാൻ ഫോർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പ്ലാൻ തയ്യാറാക്കുന്നത്. ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നു.
നെക്സ്റ്റ് ഈസ് എസെൻഷ്യൽ ടെക്നിക്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഇതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെഗറ്റീവ് മെത്തേഡ് എന്താണ്? നെഗറ്റീവ് മെത്തേഡ് ഓൺലി ഗസ് വർക്ക് ആൻഡ് എ മെക്കാനിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഗസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ആൻഡ് പ്രൂഡസ്റ്റ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ബിസിനസ് സിറ്റുവേഷൻ. ഇതാണ് ഏറ്റവും ഓൾഡായിട്ടുള്ള ബിസിനസ് മെത്തേഡ് എന്ന് പറയുന്നത്, ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. നൈവ് മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് ഇസ് ബേസ്ഡ് ഓൺ എനി സയൻറ്റിഫിക് അപ്രോച്ച്. ഒരു സയൻറ്റിഫിക് അപ്രോച്ചിൻ്റെ ബേസിലല്ല ഈ ഒരു പ്രൊജക്ഷൻ, ഇത് ഗസ് ചെയ്യാണ്. ബൈ മെക്കാനിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ എന്താ പറയുക, കഴിഞ്ഞ കാലങ്ങളിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു സീസണൽ ബേസിസിൽ ഗസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൈവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ. മെറിറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നൈവ് മെത്തേഡ്, കാരണം ഗസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ലെസ് കോസ്റ്റ്ലി, സ്യൂട്ടബിൾ ടു സ്മോൾ ഫേം. കൂടുതലായിട്ടും സ്മോൾ ഫേമിലാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ഇറ്റ് ഈസ് നോട്ട് ആൻ സയൻറ്റിഫിക് മെത്തേഡ്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡ് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് റിലയബിൾ അല്ല, കാരണം ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുമല്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ ഡാറ്റ, കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായത് കൊണ്ട് ഈ വർഷം ഇത്ര ഉണ്ടാവും എന്നുള്ള ഒരു ഗസ് വർക്കാണ് ഇതിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സർവേ ടെക്നിക്സ്. എന്താണ് സർവേ? One of the simplest forecasting device is to survey business firms is individual and determine what they believe will occur. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താ പറയുക, നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. മേ ബി നമ്മൾ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ ക്വസ്റ്റ്യനെയറിന് ആൻസർ കണ്ടെത്തി അത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫോർകാസ്റ്റിന് വേണ്ടിയിട്ടാണ് സർവേ ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആൻഡ് ലെസ് കോസ്റ്റ്ലി, വളരെ കുറച്ച് കോസ്റ്റേ ഇതിന് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ സിമ്പിൾ ടെക്നിക്സ് ആണ്. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക, ഒരാളെ ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസർ മേടിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. യൂസ്ഡ് ടു സപ്ലിമെൻറ്റ് അതർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ മേ ബി ഡിഫറെൻറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഒപ്പീനിയൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ. അതായത് നമ്മൾ ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ 4 ഓപ്ഷനാണ് ഉള്ളതെങ്കിൽ അവർ ആ 4 ഓപ്ഷനിൽ നിന്ന് ഒന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം ആ 4 ഓപ്ഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കാം അത് അവരുടെ ഓപ്ഷൻസ് എന്നാണ്. ഓൾ നോട്ട് യൂസ്ഡ് ഫോർ ലോങ് ടേം. ഇത് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറയാം. മേ നോട്ട് ബി കംപ്ലീറ്റ് ഇൻഫർമേഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് സർവേ ടെക്നിക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. മൂന്നാമതായി ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക്. ഇത് എന്തല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് അല്ല. ദിസ് മെത്തേഡ് ഈസ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്. ഇൻഫോർമേഷൻ ഫ്രം എ പാനൽ ഓഫ് എക്സ്പെർട്ട് യൂസ്ഡ് ആസ് ദ ബേസിസ് ഫോർ ഡെവലപ്പിംഗ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ സെയിൽസിലാണെങ്കിൽ അവിടെ എക്സ്പേർട്ടേഴ്സിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ്
തേടിക്കൊണ്ട് നമ്മൾ ഫ്യൂച്ചറിനെ ഫോക്കാസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ഈസ് വാല്യുബിൾ വൺ. നമ്മൾക്കറിയാം എക്സ്പേർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിലൂടെയാണിത് എന്താ പറയുക, ഇത് ഫോക്കാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് ഫോക്കാസ്റ്റിംഗ്, പെട്ടെന്ന് നമ്മൾക്ക് ഫോക്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. സ്യൂട്ടബിൾ ടു ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒന്നാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡീമെറിറ്റ്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന സബ്ജക്റ്റീവ്സ് നോട്ട് ഒബ്ജക്റ്റീവ്. ഇത് സബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ദാൻ, നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത 2 പോയിൻറ്റിനേക്കാളും എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. എന്താണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓർ എ ട്രെൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഈസ് പ്രൊഡക്റ്റഡ്. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്യുന്നത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ. ആക്ച്വൽ ഡാറ്റ പ്രസൻറ്റഡ് ഓൺ ഗ്രാഫ് പേപ്പർ ടു അനലൈസ് ദ ട്രെൻഡ്. ആക്ച്വൽ ഡാറ്റ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ആക്ച്വൽ ഡാറ്റ എന്താണോ, അതായത് ഫ്യൂച്ചർ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് എന്നിട്ട് ആക്ച്വൽ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ട്രെൻഡിനെ അനലൈസ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് റിവീൽ ഡയറക്ഷൻ, സിമ്പിൾ, ലെസ് എക്സ്പെൻസീവ്, സയൻറ്റിഫിക് ആൻഡ് റിലയബിൾ. സയൻറ്റിഫിക് മെത്തേഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലയബിൾ ആണ് ഡാറ്റാസ്, സിമ്പിൾ ആണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സഡൻ ഫ്ലക്ച്വേഷൻ ഡാറ്റ നോട്ട് സ്യൂട്ടബിൾ. നമ്മളുടെ പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷൻസിന് വേണ്ടിയിട്ട് ഈ ഡാറ്റ എന്ത് ചെയ്യില്ല, സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്മൂത്തനിങ് ടെക്നിക്സ്. സ്മൂത്തനിങ് ടെക്നിക്സ് ആർ അനദർ ഫോം ഓഫ് ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മോഡൽ. ഇത് ഒരു ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മോഡലാണ് ഈ സ്മൂത്തനിങ് ടെക്നിക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ സ്മൂത്തനിങ് എന്ന് പറയുന്നത്. ദിസ് മോഡൽസ് അസ്യൂം ദാറ്റ് അണ്ടർലൈങ് പാറ്റേൺ ക്യാൻ ബി ഫോക്കസ്ഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഓഫ് വാരിയബിൾസ് ദാറ്റ് ബീയിങ് ഫോർകാസ്റ്റ്. ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബേസ്ഡ് ഓൺ സ്മൂത്ത് ആവറേജ് സെവറൽ പാസ്റ്റ് ഒബ്സർവേഷൻ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ടെക്നിക്സ് ഇൻക്ലൂഡ്, ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് എക്സെട്ര എന്നുള്ളതാണ്. മൂവിങ് ആവറേജും അതുപോലെ തന്നെ സ്മൂത്തനിങ് എക്സ്പോണൻഷ്യൽ മെത്തേഡ്സും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്മൂത്തനിങ് ടെക്നിക്സിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഎക്സ്പെൻസീവ് ആണ്, കൂടുതൽ എക്സ്പെൻസീവ് അല്ല എന്നുള്ളതാണ്. മോർ റീസൺ ഡാറ്റ ഗിവൺ ഗ്രേറ്റർ വെയിറ്റ്. റീസൺ ഡാറ്റയ്ക്ക് കൂടുതലായിട്ട് വെയിറ്റേജ് നൽകിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മൂത്തനിങ് ടെക്നിക്സിലൂടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിലൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മോർ ഈസി ആണ് എന്നുള്ളതാണ്. ഡിമെറിറ്റ്സ് നോട്ട് ആക്യുറേറ്റ് ഫോർകാസ്റ്റ് വെൻ സിഗ്നിഫിക്കൻറ്റ് ഡാറ്റ ട്രെൻഡ് അവൈലബിൾ. ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ള കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബാരോമെട്രിക് ടെക്നിക്സ്. എന്താണ് ബാരോമെട്രിക് ടെക്നിക്സ്? Barometric techniques, under this method future is predicted on the basis of present events or developments. ബാരോമെട്രിക് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രസൻറ്റ് ഇവൻറ്റ് വെച്ചുകൊണ്ടും അതേപോലെ തന്നെ പ്രസൻറ്റിലെ ഡെവലപ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബാരോമെട്രിക് ടെക്നിക്സിൽ. ഇതിൽ യൂസ്ഡ് സെർട്ടൈൻ സെലക്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റർ ആർ പ്രഡിക്റ്റിംഗ് വാരിയബിൾസ് ആണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നത്. ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്.
ഓക്കെ, ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡാണ്, മോഡേൺ സയൻറ്റിഫിക് മെത്തേഡാണ്. പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ, സിമ്പിളാണ് പക്ഷേ സയൻറ്റിഫിക് മെത്തേഡാണ്. അതുപോലെ തന്നെ പോസിബിൾ ടു പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ ഡയറക്ഷൻ. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ലീഡിങ് ഇൻഡിക്കേറ്റർ. ലീഡിങ് ഇൻഡിക്കേറ്ററെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ട് എന്താണ്, കൂടുതലായിട്ടുള്ള ഒരു കാരണം, ആ ഒരു കാരണം ലീഡിങ് ഇൻഡിക്കേറ്ററെ കുറിച്ച് ഫൈൻഡ് ചെയ്യാൻ, കണ്ടെത്താനുള്ള ഡിഫിക്കൽട്ട്. സം ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. സം ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾക്ക് കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ്, സൂചനകൾ നമ്മൾക്ക് എന്താണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ബാരോമെട്രിക് ടെക്നിക്സിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്കണോമെട്രിക് methods. This method combine economic theory, statistical tools and mathematical model building to analyze economic relations. This method takes into account past economic activity, predict the future by using both mathematical and statistical. എക്കണോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് തിയറികളും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും എല്ലാം അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി, അതായത് പാസ്റ്റ് ആക്ടിവിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെ പാസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് പരിശോധിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എക്കണോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടേബിൾ മെത്തേഡ്. ദിസ് മെത്തേഡ് predict the future based on the input demand and output demand. ഇൻപുട്ട് ഡിമാൻഡിനെയും ഔട്ട്പുട്ട് ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ്, അതായത് എത്രത്തോളം നമ്മൾ ഇൻപുട്ട് കൊടുത്തോ അത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇൻപുട്ട് ടേബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ഓട്ടോമൊബൈൽ ഫസ്റ്റ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓട്ടോ ഇൻഡസ്ട്രി. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.